എൻ്റെ കരിമ്പാണ്. ഇത് ചരിഞ്ഞ് കിടക്കുന്നതെന്ന് വെച്ചാൽ എലി ഇവിടെ നിന്നെല്ലാം മണ്ണ് ഈ മുളക് നട്ടുന്നത് അവിടെയൊക്കെ മണ്ണ് തുരന്നിട്ട് ഈ കരിമ്പെല്ലാം ചരിഞ്ഞ് കിടന്നു. പിന്നെ ഞാനെടുത്തൊന്ന് ചാരി ഇതിലോട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിലാണ് ഇഞ്ചി വിളവെടുക്കാൻ പോകുന്നത്. ഇഞ്ചി വിളവെടുപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുമല്ലേ എന്താ കത്തിരിക്ക കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി നട്ടതിൽ തന്നെയാണ് കത്തിരിക്കയും കൂടി നട്ടിരുന്നത്. അതുകൊണ്ടാണിപ്പോൾ ഇഞ്ചി വിളവെടുക്കാൻ സമയമായിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ തോലെല്ലാം ഉണങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇഞ്ചി നോക്കിയാൽ കിട്ടും. ഇതിലാണ് ഇഞ്ചി നട്ടിട്ടുള്ളത്. അതാ കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ ദിവസം വൈകിയായിരുന്നു വിളവെടുക്കാനായിട്ട്. അതാണ് ഇത് ഇവിടേക്ക് മുള വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത വിളവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ചെറിയൊരു കഷ്ണം നട്ട് വെച്ചതാണ്. അത്രയ്ക്ക് വലിയൊരു വിളവൊന്നുമില്ല, എങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ, എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ. ഇത്ര ഇഞ്ചിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഇതിൻ്റെയും പകുതിയാണ് ഞാൻ വിളവെടുക്കാനായിട്ട് നട്ടുവെച്ചത്. ഇതിൻ്റെയും പകുതിയാണ് ഞാൻ നട്ടുവെച്ചത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും ആണെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇതുപോലെ എല്ലാവരും കൃഷി ചെയ്യുക. ഇതെൻ്റെ തക്കാളി ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ഘട്ടത്തെ വളമിടിയിലും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പൂവിടുമ്പോൾ കൊടുക്കുന്ന വളം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതുണ്ട്. പൂവിടുമ്പോൾ കായ പിടിക്കേണ്ട വളം. ഇതാ ഇതിലും പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഒരു കമൻറ്റും കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.